എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് കാണും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ഉള്ള വീഡിയോ ആയതുകൊണ്ട് പുതിയ ഡിഷായിട്ട് നമുക്ക് കഴിയില്ല. ഇത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ മപ്പാസ്. അതാണ് കോട്ടയംകാരനെ ചെയ്യാനുള്ള ഒരു മെയിൻ ഡിഷാണ് ചിക്കൻ മപ്പാസ്. നമ്മൾ ചിക്കൻ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനെന്ന് വെച്ചാൽ നമ്മൾ ഒണിയൻ ഉണ്ട്, പിന്നെ കുറച്ച് നമ്മുടെ സ്പൈസസ് ആയ നമ്മുടെ നാടകവും അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പൊട്ടറ്റോ, പിന്നെ കുറച്ച് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും നമ്മൾ ഫ്രഷ് ചെയ്തിരിക്കുക. അപ്പോൾ കുറച്ച് നല്ല ഫ്ലേവർ കിട്ടും. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ അബുദാബിയിലുള്ള നമ്മുടെ വലതുഭാഗമാണ്. ഇപ്പോൾ അറബിക് ഫാസ്റ്റ് ഹോട്ടലാണ്. അപ്പം ഹോട്ടലിൽ ഇപ്പോൾ നേരത്തെ പോസ്റ്റ് ചെയ്തിപ്പോൾ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ഹിന്ദു മണ്ഡലത്തിലുള്ള ഒരു അപ്പത്തിൻ്റെ ടെമ്പിൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡിഷുകൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വരിക. അപ്പോൾ നമ്മുടെ ഈ മപ്പാസിലുള്ള നമ്മുടെ ഈ ഒണിയന് ഇതെല്ലാം ഒന്ന് സോട്ടായി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല കഴിക്കും. മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കൊറിയാണ്ടർ ലീവ്സ്, കൊറിയാണ്ടർ പൗഡറാണ്, കൊറിയാണ്ടർ പൗഡർ, കുറച്ച് മുളക് പൊടി കേട്ടോ. മുളക് പൊടി വളരെ ലൈറ്റായിട്ട് മതി, വളരെ ലൈറ്റായിട്ട്. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ്, മല്ലിപ്പൊടി ആയിട്ട്. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല ആഡ് ചെയ്യണം. ഇനി കുറച്ച് സോൾട്ട് കുറച്ച് ആഡ് ചെയ്യണം. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇപ്പൊ നമ്മളോട് ചെയ്യുന്നത് പറഞ്ഞാൽ 2 കിലോയുടെ ചിക്കൻ ആണ് കേട്ടോ. 2 kg ചിക്കന്റെ മപ്പാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നല്ലതായിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു പച്ച ചോയൊക്കെ മാറുന്ന നമുക്ക് നല്ലതായിട്ട് സോട്ട് ചെയ്യണം. നമ്മളെ ഫസ്റ്റ് ടൈം ചെയ്യുന്നോട്ടുള്ള ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓക്കെ, നമ്മുടെ സർവീസിലുള്ള നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവിടെ ഒത്തിരി ടീംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സർവീസിലായാലും നമ്മുടെ നേപ്പാളിലുള്ള സുമിത് എന്ന് പറഞ്ഞ ഒരു ഹോമി ഫസ്റ്റ് ആയിട്ടുള്ള ആളുണ്ട്. പുള്ളിക്ക് ഇപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കണം. ടൊമാറ്റോ ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്യണം കുറച്ച്. ഇനി നമ്മൾ ഇത് ചേർക്കുന്നത് നമ്മള് തേങ്ങാപ്പാലാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് ഇതെന്ന് പറഞ്ഞാൽ 2ാം പാലാണ്, സെക്കൻഡ് മിൽക്ക്. കുറച്ച് നമ്മൾ ചേർക്കും. ഒന്ന് ചൂടായി വരണം. ഇവിടെ ഈ റഹ്ബാല് ശരിക്കും പറഞ്ഞാൽ വേറെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന വേറെ കടകൾ അങ്ങനെ കുറവാണ്. ഇപ്പം ഇതിലെ അബുദാബിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഹോട്ടൽ അറേബ്യൻ പാലസിൽ ഇത് ഈ വീഡിയോ കണ്ട് വരുന്നവരൊക്കെ ആണെങ്കിലും കേട്ടോ, അവിടെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ ലഭിക്കുന്ന ഒരു ഹോട്ടലുകൾ കൂടി കേട്ടോ. അപ്പം ഇതിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ ചിക്കനാണ് ചേർക്കുന്നത്. ഇത് 2 കിലോ ചിക്കൻ കട്ട് ചെയ്ത് കഴിക്കുക. 2 കിലോ ചിക്കനാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2 കിലോ ചിക്കൻ നമ്മൾ ഇതിനോട് ആഡ് ചെയ്തിരിക്കും. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർക്കണം. കറിവേപ്പില ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്ന കറിവേപ്പില കേട്ടോ, ഫ്രഷ് കറിവേപ്പില കേട്ടോ. അല്ല നാട്ടിൽ പോലെ ഇത്ര പച്ചയായിട്ട് കിട്ടത്തില്ല. നമ്മുടെ കറിവേപ്പില ഇടുമ്പോൾ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിലൊരു 2 മിനിറ്റ് ഒന്ന് തോട്ടിയായിട്ട് നമുക്ക് കുറച്ച് പാലോടെ ആഡ് ചെയ്തിട്ട് അതിലൊന്ന് കുക്ക് ചെയ്യണം. ഇത് സുമിത്ത്, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കോഫി ഫസ്റ്റ് കുക്കാണ്. പുള്ളിക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നല്ല അറിയാവുന്ന ആളാണ് കേട്ടോ.
പിന്നെ ഇത് വന്നിട്ട് ശങ്കർ, ഇത് നമ്മുടെ കോമി സെക്കൻഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളിക്ക് നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അറിയാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇപ്പൊ എന്റെ കൂടെ ഉള്ള രണ്ടുപേരാണ്. ഇനി വേറെ 2-3 മലയാളികളുണ്ട് കേട്ടോ. അവരിപ്പം രാവിലെ ഉണ്ട്, അവരിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പൊ 2 ഷിഫ്റ്റ് ആയിട്ടൊക്കെയാണ്. അപ്പൊ ബാക്കിയുള്ള പാലോടെ നമ്മൾ ആഡ് ചെയ്തേ, ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ സ്ലോ ഫ്ലെയിമിലായിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഇവിടെ വരുന്ന നമുക്ക് ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് മസാല കയറാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് കഴിക്കാം. അപ്പൊ നമുക്ക് ഈ ഗസ്റ്റിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. കൊടുക്കുന്ന ഇടിയപ്പമാണ് കേട്ടോ. ഇത് ഇടിയപ്പം. ഇതിപ്പോ ഫ്രോസൺ ആണ് വരുന്നത്, നമ്മൾ ഫ്രഷ് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഫ്രോസൺ അവൈലബിൾ ആണ്, അതുകൊണ്ട് നമ്മളിത് ഫ്രോസൺ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് അല്പം പീസ് എടുക്കുന്ന കുറച്ച് ഗ്രേവി നമുക്ക് ഒഴിച്ചിട്ട് നോക്കാം. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പർ ആണോ? സൂപ്പർ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ലോ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആണ്. ആ ഇടിയപ്പോ നമ്മുടെ നാടൻ ചിക്കൻ മപ്പാസും ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഓ സൂപ്പർ. അപ്പൊ ഇതുപോലുള്ള ഡിഷുകൾ കിട്ടണമെങ്കിൽ ഈ അബുദാബിയിലുള്ളവരാണെങ്കിൽ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിന് നമ്മുടെ റഹബാലായിട്ടാണ് ഈ ഹോട്ടൽ ലാവൻ, നമ്മുടെ അറേബ്യൻ പാലസ് ഹോട്ടൽ. അപ്പൊ ഇത് റഹ്മത്തായിട്ടൊക്കെ ടൈപ്പുമായിട്ട് പോകുന്നതാണ് ഇപ്പം നെക്സ്റ്റ് മന്ത് ആയിട്ട്. അപ്പൊ ഇതിനെ ട്രാവൽ ചെയ്യുന്നവരെ തീർച്ചയായിട്ടും കയറണം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷുകളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയിലാണോ. So guys, this is idiyappam with chicken curry. This is South Indian dish. With chicken curry. This is South Indian dish. I'm tasting this one. Good or no? സൂപ്പർ സൂപ്പർ. അപ്പൊ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് പുതിയ ഡിഷുകളായിട്ട്. ഓക്കെ.